കർക്കടകമായല്ലോ. കർക്കടകത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാം. ആയുർവേദത്തിൽ 6 ഋതുക്കളാണ് പറയുന്നത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം. ഇതിൽ കേരളത്തിൽ പ്രകടമാകുന്നത് 4 ഋതുക്കളാണ്: ശരത്ത്, ഹേമന്തം, ഗ്രീഷ്മം, വർഷം. ഒരു ഋതു മാറി അടുത്ത ഋതു വരുന്ന ഘട്ടത്തെ ഋതുസന്ധി എന്ന് പറയും. ആയുർവേദ വിധിപ്രകാരം ശരീരത്തിൽ ദുഷിച്ച ദോഷങ്ങളെ പുറന്തള്ളാൻ ഉത്തമമായ സമയമാണ് ഇത്. ഈ സമയത്ത് ശരീരബലം നന്നേ കുറഞ്ഞിരിക്കും. ദഹന വ്യവസ്ഥയിലും അനുബന്ധ ശരീര വ്യവസ്ഥകളിലും വരുന്ന മാറ്റമാണ് രോഗത്തിന് കാരണമാകുന്നത്. ശരീരത്തിൽ ദോഷങ്ങൾ ദുഷിച്ച് ശരീരബലം കുറയുന്ന ഒരു സമയമാണിത്. കനത്ത ചൂടിന് ശേഷം മഴക്കാലം വരുമ്പോൾ അന്തരീക്ഷത്തിലും ശരീരത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു. ഇന്നത്തെ തിരക്ക് പിടിച്ച ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഊന്നൽ നൽകുന്നതാണ് കർക്കടക ചികിത്സ. അഭ്യംഗം, കിഴികൾ, നസ്യം, വമനം, വിരേചനം, വസ്തി തുടങ്ങിയ പഞ്ചകർമ്മങ്ങൾ ഇവയെല്ലാം യുക്തിക്കനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഔഷധ കഞ്ഞിയും ഔഷധ സേവയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. കർക്കടക ചികിത്സ കൊണ്ടുള്ള ഗുണങ്ങൾ: രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ശരീരബലം കൂട്ടുന്നു. കൂടാതെ നടുവേദന, സന്ധിവേദന, വാതരോഗങ്ങൾ ഇവ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സയ്ക്ക് അനുയോജ്യമായ ഒരു സമയം കൂടിയാണിത്. അങ്ങനെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യാൻ ഈ ചികിത്സയിലൂടെ കഴിയുന്നു.